മൂന്നാമത്തെ ട്രേഡ് തിയറി ദാറ്റ് ഈസ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ബൈ ഡേവിഡ് റിക്കാർഡോ. ഡേവിഡ് റിക്കാർഡോയുടെ ട്രേഡ് തിയറിയാണത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്നറിയപ്പെടും. സോ എന്താണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്? നമുക്ക് ആ തിയറിയിലേക്ക് വരാം. സോ ഇറ്റ് ഈസ് ഫോർമുലേറ്റഡ് ബൈ ഡേവിഡ് റിക്കാർഡോ ഇൻ 1870. ഡേവിഡ് റിക്കാർഡോ ആണ് ഈ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് തിയറി എക്സ്പ്ലെയിൻസ് ഹൗ കൺട്രീസ് ക്യാൻ ബെനിഫിറ്റ് ഫ്രം ട്രേഡ് ബൈ സ്പെഷ്യലൈസിങ് ഇൻ ഗുഡ്സ് ദേ ക്യാൻ പ്രൊഡ്യൂസ് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി റിലേറ്റീവ് ടു അതർ ഗുഡ്സ്. അതായത് നമുക്കിവിടെ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ പോലും രാജ്യങ്ങൾക്ക് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ഗുഡ്സിൽ, ഇപ്പോൾ എ എന്ന് പറയുന്ന കൺട്രിക്ക് വൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവരുടെ റിസോഴ്സുകളുടെ 5 യൂണിറ്റ് സ്പെൻഡ് ചെയ്യണം. അതേ 5 യൂണിറ്റ് സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കതിൽ കൂടുതൽ ബെറ്ററായിട്ട് മറ്റേതെങ്കിലും റിസോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ കൺസെപ്റ്റ് എന്താണ്? സോ ഇതാണ് പറയുന്നത്, കൺട്രീസ് ക്യാൻ ബെനിഫിറ്റ് ഫ്രം ട്രേഡ് ബൈ സ്പെഷ്യലൈസിങ് ഇൻ ഗുഡ്സ് ദേ ക്യാൻ പ്രൊഡ്യൂസ് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി റിലേറ്റീവ് ടു അതർ ഗുഡ്സ്. മറ്റു ഗുഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഓപ്പർച്യൂണിറ്റി മറ്റു ഗുഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്കിൽ നമ്മൾ ഇത് ചെയ്യാം, ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് ഡേവിഡ് റിക്കാർഡോ പറയുന്നത്. സോ ഫോക്കസ് ഓൺ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ആസ് ഐ സെഡ്, വാട്ട് എ കൺട്രി സാക്രിഫൈസസ് ഇൻ പ്രൊഡ്യൂസിങ് വൺ ഗുഡ് ഓവർ അനദർ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഫോർ ദി നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ദാറ്റ് വി ഫോർഗോൺ. നമ്മൾ വേണ്ട എന്ന് വെച്ചാൽ സാക്രിഫൈസ് ചെയ്ത നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിന് വരാമായിരുന്ന കോസ്റ്റ്. അതായത് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിന് തൊട്ട് പുറകിലുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി വേണ്ടെന്ന് വയ്ക്കുകയാണ്. നമ്മൾ ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോൾ അതിന് തൊട്ട് പുറകിലുള്ള വേറൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ വേണ്ട എന്ന് വയ്ക്കുകയാണ്. അങ്ങനെ ആ വേണ്ട എന്ന് വെച്ച ഓപ്പർച്യൂണിറ്റിയുടെ കോസ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. സോ വി ആർ കമ്പയറിങ്, നമ്മുടെ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഏതാണെന്ന് നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ എ കൺട്രി സാക്രിഫൈസസ് ഇൻ പ്രൊഡ്യൂസിങ് വൺ ഗുഡ് ഓവർ അനദർ. ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ മറ്റൊന്ന് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോസ്റ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഡേവിഡ് റിക്കാർഡോ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പറയുന്നത്. സോ എന്താണ് കോർ പ്രിൻസിപ്പിൾസ് എന്ന് മനസ്സിലാക്കാം. എ കൺട്രി ഡസൻ നീഡ് എ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ എനി പ്രൊഡക്റ്റ് ടു ബെനിഫിറ്റ് ഫ്രം ട്രേഡ്. ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് അവർക്ക് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ കൂടിയും എന്ത് ചെയ്യാം? ഇൻ്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്പെഷ്യലൈസേഷൻ ഈസ് ബേസ്ഡ് ഓൺ ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ലീഡ്സ് ടു മ്യൂച്വൽ ട്രേഡ് ബെനിഫിറ്റ്സ്. അവരുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ലോവർ ആണെങ്കിൽ ആ പ്രോഡക്റ്റിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണെന്നൊരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സി എക്സാമ്പിൾ, കൺട്രി എ ക്യാൻ പ്രൊഡ്യൂസ് 10 യൂണിറ്റ്സ് ഓഫ് ക്ലോത്ത്സ് ഓർ 5 യൂണിറ്റ്സ് ഓഫ് വൈൻ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് 1 വൈൻ ഈസ് 2 ക്ലോത്ത്സ്. സി, കൺട്രി എക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് 10 യൂണിറ്റ് ക്ലോത്ത് അല്ലെങ്കിൽ 5 യൂണിറ്റ് വൈൻ. അതായത് ഒരു വൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ, ഒരു വൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ കോസ്റ്റാണ് 2 ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് വരുന്നത്. 2 ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാം. ഒരു വൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് 2 ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൺസെപ്റ്റ് പറയുന്നത്. സോ കൺട്രി ബിയെ സംബന്ധിച്ചോ, ദേ ക്യാൻ പ്രൊഡ്യൂസ് 6 യൂണിറ്റ്സ് ഓഫ് ക്ലോത്ത് ആൻഡ് 3 യൂണിറ്റ്സ് ഓഫ് വൈൻ. അവർക്ക് 6 യൂണിറ്റ് ഓഫ് ക്ലോത്തോ 3 യൂണിറ്റ്സ് ഓഫ് വൈനോ പ്രൊഡ്യൂസ് ചെയ്യാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് സെയിം ആണ്. ഒരു വൈൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ സമയത്ത് അവർക്ക് 2 ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം വന്നാൽ, ഇപ്പോൾ 2 പേർക്കും ഇപ്പോൾ കൺട്രി ബിയെ സംബന്ധിച്ച് ഒരു പ്രൊഡക്റ്റിലും ബെറ്റർ അല്ല, ഏക്കാൾ ബെറ്റർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ട്രേഡ് 2 പാർട്ടീസിനും ബെനിഫിഷ്യലായിട്ട് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. കൺട്രി എ സ്പെഷ്യലൈസസ് ഇൻ ക്ലോത്ത്, ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. കൺട്രി എയെ സംബന്ധിച്ച് ക്ലോത്ത് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവാണല്ലോ, റൈറ്റ്? ഇത് 5 യൂണിറ്റ്സ് ഓഫ് വൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം? 1 യൂണിറ്റ് ഓഫ് 5 യൂണിറ്റ് ഓഫ് വൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് 10 യൂണിറ്റ് ഓഫ് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അവർക്ക് ബെറ്റർ, റൈറ്റ്? സോ അവർ ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബി എന്തിന് സ്പെഷ്യലൈസ് ചെയ്യും? ബി വൈനിൽ സ്പെഷ്യലൈസ് ചെയ്യും. അപ്പോൾ ഒരു രാജ്യം ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തപ്പോൾ അവർ 10 യൂണിറ്റ് ഓഫ് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവരെന്ത് ചെയ്തു? 5 യൂണിറ്റ് ഓഫ് വൈൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുകയാണ്. അവർ ആ ചൂസ് ചെയ്ത ഓൾട്ടർനേറ്റീവ് വഴി ആ 5 യൂണിറ്റ്സ് ഓഫ് വൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അവർക്ക് 10 യൂണിറ്റ് ഓഫ് ക്ലോത്ത് അഡീഷണലി പ്രൊഡ്യൂസ് ചെയ്യാം. സോ വീണ്ടും അവർ മാക്സിമം ആ ക്ലോത്ത് പ്രൊഡക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുവഴി അവർക്ക് അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ സെക്കൻഡ് കൺട്രിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എന്താണ്? അവർക്കപ്പോൾ വൈനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം.
സോ കൺട്രി എ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, അവരെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ലോവർ ആയിട്ടുള്ള ഈ പറഞ്ഞ ക്ലോത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റേ ഓപ്പർച്യൂണിറ്റി അവിടെ ഓപ്പൺ ആണ്. അപ്പോൾ വൈൻ പ്രൊഡക്ഷനിൽ കൺട്രി ബിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ബൈ ട്രേഡിംഗ് ബോത്ത് ദി കൺട്രീസ് ക്യാൻ ഗെയിൻ മോർ ഓഫ് ബോത്ത് ഗുഡ്സ് ദാൻ പ്രൊഡ്യൂസിങ് ഇൻഡിപെൻഡൻ്റ്ലി. ഇത് ട്രേഡ് ചെയ്യുന്ന വഴി രണ്ട് കൺട്രീസിനൊപ്പം മ്യൂച്വലി ബെനിഫിറ്റ് ഉണ്ടാക്കാം. അതായത് കൺട്രി ബിക്ക് എയിൽ നിന്നും ക്ലോത്ത് വാങ്ങാൻ സാധിക്കും, എക്ക് ബിയിൽ നിന്നും എന്ത് വാങ്ങാം, വൈൻ മേടിക്കാം. വൈൻ എ പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ സംഭവിച്ചതിന് അവരുടെ ക്ലോത്ത് പ്രൊഡക്ഷൻ അവർ സാക്രിഫൈസ് ചെയ്യുകയാണ്. പക്ഷേ അതിന് പകരം ക്ലോത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, വൈൻ ഇമ്പോർട്ട് ചെയ്യുക. ഈ കൺസെപ്റ്റാണ് എന്ത് വരുന്നത്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ തിയറി കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടും ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ കൂടിയും ഇത്തരത്തിൽ മ്യൂച്വലി അവർക്ക് ഇൻ്റർനാഷണൽ ട്രേഡിൽ എൻ്റർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ മ്യൂച്വൽ ട്രേഡ് ബെനിഫിറ്റ്. ട്രേഡ് അലൗസ് കൺട്രി ടു ആക്സസ് ഗുഡ്സ് ദേ ആർ ലെസ് എഫിഷ്യൻറ്റ് അറ്റ് പ്രൊഡ്യൂസിങ്. അവർക്ക് കൂടുതൽ ബെറ്ററായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിരുന്നത് ഏതാണ്? ഈ കൺട്രി എയെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ബെറ്ററായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിരുന്നത് ക്ലോത്താണ്. അപ്പോൾ അവർ ക്ലോത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വഴി ബാക്കി ഒരു വൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി അവർക്ക് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും സെക്കൻഡ് തിങ്, അതായത് വൈൻ പ്രൊഡക്ഷൻ അവർ വേണ്ടാന്ന് വെക്കുന്നു, അതുവഴി അത് സെക്കൻഡ് കൺട്രിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്. അവർക്ക് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് മ്യൂച്വൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞത്. ട്രേഡ് അലൗസ് കൺട്രീസ് ടു ആക്സസ് ഗുഡ്സ് ദാറ്റ് ദേ ആർ എഫിഷ്യൻ്റ് അറ്റ് പ്രൊഡ്യൂസിങ്, എൻകറേജസ് ഗ്ലോബൽ എഫിഷ്യൻസി ആൻഡ് മാക്സിമൈസസ് റിസോഴ്സ് യൂസ്. അപ്പോൾ ഇതുവഴി ഗ്ലോബൽ എഫിഷ്യൻസി എൻഷുർ ചെയ്യാൻ സാധിക്കും, റിസോഴ്സിൻ്റെ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷനും നമുക്കിവിടെ എൻഷുർ ചെയ്യാൻ സാധിക്കും. ദെൻ ഇമ്പാക്റ്റ്. ഇറ്റ് ഫോംസ് ദി ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ട്രേഡ് പോളിസീസ്. നമ്മളിപ്പോൾ കാണുന്ന എല്ലാ ട്രേഡ് തിയറീസിൻ്റെയും ട്രേഡ് പോളിസീസിൻ്റെയും ബേസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയാണ്. ഓക്കെ, ദെൻ ഇറ്റ് ഹൈലൈറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇക്കണോമിക് ഇൻ്റർഡിപ്പെൻഡൻസ് എമംഗ് നേഷൻസ്. രാജ്യങ്ങൾ തമ്മിൽ പരസ്പരമുള്ള ഒരു സഹകരണം, ഇൻ്റർഡിപ്പെൻഡൻസ് ആവശ്യമാണ്. അതുവഴി മാത്രമേ ഗ്ലോബലി നമുക്ക് റിസോഴ്സ് ഷെയറിംഗ് ഒക്കെ ഹാപ്പൻ ചെയ്യൂ. ആ ഒരു കൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു വയ്ക്കുന്ന തിയറിയാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. ഓക്കെ, സോ ആ തിയറിയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ തിയറിയുടെ മേജർ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ തിയറി അസ്യൂംസ് നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓർ ട്രേഡ് ബാരിയർ. ട്രേഡ് ബാരിയറിനെ പറ്റിയോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ പറ്റിയൊന്നും ഈ തിയറി ഒരിക്കലും കൺസിഡർ ചെയ്തിട്ടില്ല. അതൊരു ലിമിറ്റേഷനാണ്. അതേപോലെ ഇറ്റ് ഓവർലുക്സ് ദി ഫാക്ടേഴ്സ് ലൈക്ക് ടെക്നോളജി, ലേബർ മൊബിലിറ്റി ആൻഡ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ ആക്ച്വലി അവർ വാട്ട് ടു സേ അതിൻ്റെ സിഗ്നിഫിക്കൻസ് പലയിടത്തും മിസ് ചെയ്യുന്നതായിട്ട് പറയാം. ടെക്നോളജി അപ്ഗ്രേഡേഷനൊക്കെ അല്ലെങ്കിൽ പുതിയ ടെക്നോളജിക്കൽ ചേഞ്ചസൊക്കെ നമ്മളീ പറയുന്ന ട്രേഡിനെ ബാധിക്കാം. അങ്ങനെയുള്ള കൺസിഡേഴ്സൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം കൺസിഡർ ചെയ്തിട്ടില്ല എന്നും നമുക്കൊരു ലിമിറ്റേഷനായിട്ട് പറയാം.